പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്നേ ദിവസം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ, ഞാനും എൻ്റെ കുടുംബത്തോടും വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രശ്മി. ഞാൻ UK നിന്ന് വരുന്നു. എൻ്റെ 3 മക്കൾ, ഹസ്ബൻഡ്, എൻ്റെ മമ്മി. ഞാൻ 2018 കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ എനിക്കൊരു കൃപാസന പത്രം തന്നിരുന്നു. പക്ഷേ അത് ഞാൻ ബാഗിൽ വെച്ച് UK തിരിച്ചു പോയി. അതൊന്ന് വായിച്ചു നോക്കുവാനോ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനോ പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനോ ഒന്നും ഞാൻ ശ്രമിച്ചില്ല. ഞാൻ വിചാരിച്ചു, പുതിയൊരു ധ്യാന കേന്ദ്രം, ഞാൻ ഓൾറെഡി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഞാൻ അന്ന് അഭിഷേകാഗ്നി അങ്ങനെ പള്ളിയുമായി വളരെയധികം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഫാമിലി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, പിന്നീടാണ് കോവിഡ് വരികയും ആ സമയത്ത് എനിക്ക് ഭയങ്കരമായ കോവിഡ് വരികയും പനിയും ഒക്കെ ആയിട്ട് 2 മാസത്തോളം എനിക്ക് വളരെ ക്ഷീണമായിരുന്നു. അപ്പോൾ എൻ്റെ ബാഗിൽ ആ പത്രം സുരക്ഷിതമായിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ സംരക്ഷണത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ സംരക്ഷണത്തിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ 13 വർഷമായിട്ട് ഞങ്ങളുടെ വീട് വിൽക്കുവാൻ ഞങ്ങൾ വളരെയധികം ശ്രമിച്ചിരുന്നു. ഈ പത്രം കയ്യിലിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആ വീട് വിൽക്കുവാനും പുതിയൊരു ഭവനം, മനോഹരമായ ഒരു ഭവനം ഞങ്ങൾക്ക് ആ പരിശുദ്ധ അമ്മ ക്രമീകരിച്ച് തരുവാനും സാധിച്ചത്. അതിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ പോലും അറിയാതെ അമ്മ എൻ്റെ കൂടത്തിൽ, സഞ്ചാരി മാതാവ് എൻ്റെ കൂടത്തിലുണ്ടായിരുന്നെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. തിരുക്കുമാരനെയും കൂട്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ പുതിയ ഭവനത്തിൽ വന്നപ്പോൾ 2022 അപ്പോഴാണ് ഞാൻ എൻ്റെ മൂത്ത മകൻ്റെ കണ്ണിലേക്ക് ഞാൻ സൂക്ഷിച്ച് നോക്കിയത്. അവൻ്റെ ശരീരത്തിൽ വെള്ളപ്പാട് എന്ന രോഗം കാണുവാൻ തുടങ്ങി. എന്നെയും എൻ്റെ കുടുംബത്തിനും വളരെയധികം അത് വിഷമമുണ്ടാക്കി, ഭാരപ്പെട്ടു. കാരണം അതിന് മരുന്നില്ലാത്ത രോഗമാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോ, എൻ്റെ കസിൻ വഴി ഞാൻ അറിഞ്ഞു കൃപാസനം ഒന്നും കൂടി. കസിൻ എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ മതി, പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് തന്നു, ഉടമ്പടി പ്രാർത്ഥന എനിക്ക് തന്നു. അതിൻ്റെ ഫലമായി മെയ് 10 2022 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി ജീവിതം ആരംഭിച്ചു. ഉടമ്പടി സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി കുടുംബസമേതം, ഞാനും എൻ്റെ ഹസ്ബൻഡും. അതുപോലെ തന്നെ കൃപാസനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഉടമ്പടി പത്രത്തിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചത്. ഞാനൊരു പത്രത്തിൻ്റെ ഒരു കീറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ബാഗിലും എൻ്റെ വീട്ടിലും എല്ലാം തിരഞ്ഞു. കാരണം പുതിയ വീട്ടിലേക്ക് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു കഷണം പോലും എനിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ അതിൻ്റെ വില ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ എനിക്കൊരു കൃപാസനത്തിൻ്റെ ഒരു ചെറിയൊരു കട്ടിങ്സ് എൻ്റെ വാർഡിൽ വർക്ക് ചെയ്യുന്ന, ഞാനൊരു നേഴ്സാണ്, എൻ്റെ വാർഡിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടി വഴി എനിക്ക് കിട്ടി. ഞാനത് വായിക്കുകയും അതിൻ്റെ പകുതി ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വയ്ക്കാത്ത ഒരു കാര്യം എനിക്ക് സാധിച്ചു തന്നു. അത് ആദ്യത്തെ അടയാളമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ഹസ്ബൻഡിന് അടിവയറ്റിൽ പുക്കിളിന് താഴെ ഒരു തടിപ്പും ഒരു മുഴ പോലെ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വേദനയൊന്നുമില്ല. അപ്പോൾ 3 മാസം കഴിഞ്ഞ് ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേദിവസം എന്നോട് പറഞ്ഞു എനിക്ക് വേദനയാണ്, എനിക്ക് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഡോക്ടറെ കാണാം. അപ്പോൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ പറഞ്ഞു ആൻറ്റിബയോട്ടിക് എടുക്കണം, ഇൻഫെക്ഷനാണ്. അവിടെ മെഡിക്കൽ സിസ്റ്റമൊക്കെ വളരെ പുവറാണ്. അതുകൊണ്ട് അവർ സ്കാൻ ഒന്നും ചെയ്തില്ല, അവർ ആൻറ്റിബയോട്ടിക് കുറിച്ച് തന്നു. അപ്പോൾ 2 ദിവസം എടുത്തു ആൻറ്റിബയോട്ടിക് കിട്ടാൻ. ഞാനപ്പം ഇത് നിയോഗം വെച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥനകളൊക്കെ വളരെ ഭക്തിയോടെ ചെല്ലാൻ തുടങ്ങിയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ആൻറ്റിബയോട്ടിക് കിട്ടി. നോക്കിയപ്പോൾ അങ്ങനെ ഒരു തടുപ്പും മുഴയോ ഒന്നുമില്ല. കംപ്ലീറ്റായിട്ട് പരിശുദ്ധ അമ്മ അത് സുഖപ്പെടുത്തി ഈശോയോട് പറഞ്ഞ്. അതാണ് ഞങ്ങൾക്ക് ആദ്യമേ കിട്ടിയ അടയാളം.
ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചില്ലായിരുന്നു. ഇല്ലാതെ തന്നെ ആ മുഴ അപ്രത്യക്ഷമായി. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യം എൻ്റെ കുഞ്ഞുങ്ങളുടെ 3 കുട്ടികളുടെ പഠന മേഖലകളെ അനുഗ്രഹിക്കണമെന്നായിരുന്നു. ഇവൻ എൻ്റെ ഇളയ മോനാണ്. 2022 ഇവന് ഹൈസ്കൂളിലേക്ക് കയറുവാൻ വേണ്ടി ഒരു ഗ്രാമർ സ്കൂൾ എക്സാം ഉണ്ടായിരുന്നു. ഇവൻ പഠനത്തിൽ അല്പം പുറകോട്ടാണ്. എങ്കിലും ഗ്രാമർ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നന്നായിട്ട് നല്ല മാർക്ക് വേണം, എബവ് 90 വേണം. കാരണം ഞങ്ങൾ ക്യാച്ച്മെൻറ്റ് ഏരിയയിലല്ലായിരുന്നു. അപ്പോൾ ആ നിയോഗവും ഞാൻ വെച്ചിരുന്നു. അതായത് മൊത്തത്തിൽ ജനറലായിട്ടാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഇവനെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവന് 50% കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇനി പഠിക്കണ്ട, നീ പഠനം നിർത്തിക്കോ, നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകാം. അതൊരു ഫ്രൈഡേ ആണ്, എക്സാം സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിലുണ്ട്, അതല്ലാതെ കൃപാസനത്തിലെ കാശ് രൂപം ഞാൻ ഇവൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു. മോനെ, നീ പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയോട് നിനക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് നീ ഇത് കയ്യിൽ പിടിച്ച് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി, അമ്മ നിന്നെ സഹായിക്കും. കാരണം എനിക്കൊരു പ്രതീക്ഷയുമില്ല ഇവൻ എന്തുപോയി എഴുതുമെന്ന്. എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ ഇവനെ ഫസ്റ്റ് ടൈം തന്നെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലും ഇല്ലാതെ ഇവന് ഗ്രാമർ സ്കൂളിൽ ഇന്നായി. അത് വലിയൊരു അത്ഭുതമാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. അതുപോലെ തന്നെ പിന്നെയുള്ള എൻ്റെ ഒരു നിയോഗം എൻ്റെ മൂത്ത മോൻ്റെ കാര്യമായിരുന്നു. അവന് പഠിത്തത്തിൽ കുഴപ്പമില്ല, എങ്കിലും എപ്പോഴും ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കൃപാസന ഉപ്പും വെഞ്ചരിച്ച തൈലവും തേനും ഒക്കെ കൊടുക്കും. ഇവർക്ക് വളരെ ചിലപ്പോഴൊക്കെ ഇവർ കഴിക്കത്തില്ല, എങ്കിലും ഞാൻ പുറകെ ഓടി നടന്ന് ഞാൻ ഇവർക്ക് കൊടുക്കും. അങ്ങനെ ഇവന് ഡ്രൈവിംഗ് ടെസ്റ്റ് വന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഞാൻ കൃപാസനത്തിൻ്റെ ഉപ്പ് ഇവൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു, കാശ് രൂപം കൊടുത്തു, തൈലം നെറ്റിയിൽ തൂത്ത് കൊടുത്തു. വളരെ ട്രാഫിക്കുള്ളൊരു സമയത്ത് 8 മണിക്കാണ് ഇവൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയത്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഇവന് ഡ്രൈവിംഗ് ടെസ്റ്റ് ഫസ്റ്റ് ടൈം തന്നെ പാസ്സാകാൻ സാധിച്ചു. തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി. അതുപോലെ തന്നെ ഇവന് A-level എക്സാം കഴിഞ്ഞിട്ട് മെഡിസിൻ്റെ എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു, യുകാറ്റ് എന്നാണ് അവിടെ പറയുന്നത്. ആ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ശക്തമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. തൈലവും ഉപ്പും എല്ലാം കൊടുത്താണ് ഞാൻ ഇവനെ വിട്ടത്. അതിനും അവന് നല്ല മാർക്ക് കിട്ടി. അതുപോലെ തന്നെ പിന്നെ വെർബൽ ഇൻ്റർവ്യൂ അത് ഓൺലൈനിലായിരുന്നു. അപ്പോൾ ഞാൻ ലാപ്ടോപ്പിൽ ഇവനെ എപ്പോഴും ഞാനിങ്ങനെ ഉടമ്പടി തൈലം അങ്ങനെയൊക്കെ തേക്കുന്നത് പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല, എങ്കിലും അവൻ കാണാതെ ഞാൻ ലാപ്ടോപ്പിൽ ഉടമ്പടി തൈലം തേച്ചു. അതുപോലെ തന്നെ കൃപാസനത്തിന് ഉപ്പ് ഇവൻ്റെ തലയിൽ വിതറി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ഇവർക്കൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ പ്രിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി. പക്ഷേ ഇവർ 1-2 ദിവസം ചെല്ലും, പിന്നെ ഇവർ മടിച്ചു പോകും. എങ്കിലും അവന് ന്യൂകാസിലിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ മെഡിസിന് അഡ്മിഷൻ കിട്ടി. ഇവന് ഗ്യാപ്പ് ഇയർ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇവൻ ഓൾട്ടർ സെർവറാണ്. യൂത്ത് റിട്രീറ്റിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കുചേരുന്നതാണ്. പള്ളി കാര്യങ്ങളിലൊക്കെ ഇവൻ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇവൻ ഈ അസുഖമുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ വളരെ കോൺഫിഡൻസോടെ ഇവന് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം ഇങ്ങനെയുള്ള അസുഖമുള്ള കുട്ടികളൊക്കെ വളരെ പുറകോട്ടായിരിക്കും, മനുഷ്യരുടെ മുമ്പിലെല്ലാം പ്രത്യക്ഷപ്പെടുവാനും ഒക്കെ. പക്ഷേ ഇവൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഇവൻ യൂത്തുകാർക്ക് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യും, ഇവാഞ്ചലിസ്റ്റാണ്. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ഇവന് മെഡിസിന് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഇവന് ഗ്യാപ്പ് ഇയർ എടുക്കുക എന്ന് പറഞ്ഞതാണല്ലോ. അപ്പം ഇവൻ്റെ താല്പര്യം ഇവന് 1 വർഷം യൂത്തിൽ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നി അതൊരു ഒരു മാറ്ററല്ല. കാരണം ഇവന് യൂത്ത് മിനിസ്ട്രിയിൽ യൂത്തുകാർക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ വീക്കെൻഡ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ദിവസം ഇവന് ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് നീ സെമിനാരിയിൽ പൊക്കോ, നീ കൃപാസനത്തിൽ വന്ന് 6 മാസം നീ ശുശ്രൂഷ ചെയ്തു, അങ്ങനെ നിനക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അതൊന്നും ഇവന് വേണ്ട. അപ്പോൾ എനിക്ക് തോന്നി ഇതത്ര ശരിയായ കാര്യമല്ല, ഇവനൊരു എക്സ്ക്യൂസ് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവനോട് 2 വള്ളത്തിൽ കാല് വെക്കേണ്ട, ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഇവന് പിന്നെയും ഗ്യാപ്പ് ഇയർ, ഈ അഡ്മിഷൻ എല്ലാം കിട്ടിയിട്ടും ഇവന് ഗ്യാപ്പ് ഇയർ എടുക്കണം എന്ന് തന്നെയാണ് ഇവൻ പറയുന്നത്. ഒരു റീസണും ഇല്ലാതെ വളരെ ആൾക്കാർ
ഈ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുമ്പോഴും ദൈവം തന്ന ഈ അനുഗ്രഹത്തിനെ 1 വർഷത്തേക്ക് മാറ്റി വെച്ച് ഇവന് ചെയ്യുവാനാണ് ഇവന് താല്പര്യം. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. എല്ലാവരും എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യിക്കരുതെന്ന്. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ റിസൾട്ട് വന്നു. അപ്പം ഇവൻ ഗ്യാപ്പ് ഇയറിന് അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനുള്ള മാർക്ക് ഇവന് കിട്ടിയില്ല. അപ്പം ഗ്യാപ്പ് ഇയർ കിട്ടാൻ സാധ്യത മീൻസ് അതിന് അപ്ലൈ ചെയ്യാത്ത യൂണിവേഴ്സിറ്റി ന്യൂ കാസിലിൽ ഇവൻ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഇവൻ തീരുമാനിച്ചു പിന്നെ വേറെ ഓപ്ഷൻസ് ഇല്ല, അപ്പോൾ ഈ വർഷം തന്നെ പോയി പഠിച്ചേക്കാം മെഡിസിന്. അങ്ങനെ പരിശുദ്ധ അമ്മ വളരെ ഭംഗിയായിട്ട് ഇവനെ ഗ്യാപ്പ് ഇയർ എടുക്കാതെ ഈ വർഷം തന്നെ സെപ്റ്റംബറിൽ ഇവൻ ജോയിൻ ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ 2022 തൊട്ട് ഈ ഉടമ്പടി ജീവിതം ആരംഭിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കാണുകയും അത് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അച്ഛൻ്റെ ഉടമ്പടി ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്തു. എൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊയറിലുള്ള ആളാണ്. എൻ്റെ കൂട്ടത്തിൽ കൊയറിലുള്ള സ്റ്റുഡൻസ് അവർക്ക് വിസ പ്രോബ്ലം, എക്സാം പാസ്സാകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ ഉടമ്പടി കാശുരൂപം കൃപാസന പത്രവും എപ്പോഴും ഞാൻ 2 ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാൻ പോണത് അതിൻ്റെ വർത്തമാനം അവസാനിക്കുന്ന കൃപാസന മാതാവിനെക്കുറിച്ചും നിങ്ങൾ അവിടെ പോയി ഉടമ്പടി എടുക്കണം. വളരെയധികം അത്ഭുതങ്ങളാണ് അമ്മ ഞങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ഇമ്പോസിബിൾ മാറ്റേഴ്സ് ബിക്കം പോസിബിൾ ആക്കി തരുന്ന അമ്മയാണ് അവിടെ ഉള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒത്തിരി പേര് വന്ന് ഉടമ്പടി എടുക്കുകയും ഒത്തിരി പേർക്ക് ഞാൻ ഉടമ്പടി വസ്തുക്കളും തിരിയും നേർച്ച വസ്തുക്കളും എല്ലാം കൊടുത്തവർക്കെല്ലാവർക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു നേഴ്സാണ്. എൻ്റെ ICUവിൽ ഒരു പേഷ്യൻ്റ് ക്രിട്ടിക്കലായിട്ട് ആക്സിഡൻ്റ് ആയിട്ട് വന്ന് കിടന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 2024 ഞാൻ ഒക്ടോബർ 5 ആ പേഷ്യൻ്റ് ICUവിൽ സെപ്സിസ് ആയിട്ട് ക്രിട്ടിക്കലായിട്ട് കിടക്കുവാണ്. ഒരു മലയാളി പേഷ്യൻ്റാണ്, രഞ്ജു എന്നാണ് അവളുടെ പേര്. അപ്പോൾ ഞാൻ അതിൻ്റെ ഹസ്ബൻഡിനോട് ചെന്ന് ചോദിച്ചു, ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്, ഞാൻ ആ കൊച്ചിന് ഇച്ചിരി തൈലം തിരട്ടി കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയില്ല. ഞാൻ പോയി അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 6 തീയതി ഇങ്ങോട്ട് പോന്നു. 7 തീയതി ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് ഞാൻ ഇവിടെയാണ് വന്നത്. ഞാൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ എനിക്ക് അവരുടെ ഫോട്ടോയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർ സിസ്റ്ററിനോട് കാര്യം പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നീ ആ പരിശുദ്ധ അമ്മയോട് ഡയറക്റ്റ് പറഞ്ഞാൽ മതി, നീ തൈലമൊക്കെ അപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ടല്ലേ വന്നത്, അപ്പോൾ നീ നേരിട്ട് പറഞ്ഞാൽ മതി. ഞാൻ അമ്മയോട് അതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ അമ്മേനെ കാണിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ UK തിരിച്ചു തന്നപ്പോഴാണ് ആ മോൾക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടി. 1 by 1 ആയിട്ട് അത് റിക്കവറായി. ഇപ്പോൾ ബാക്ക് ടു ഡ്യൂട്ടിയാണ്. അവർ നാട്ടിൽ വരുമ്പോൾ സാക്ഷ്യം പറഞ്ഞോളൂ. അവരുടെ ഫാമിലി ഉടമ്പടി എടുത്തതാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് 7 എയിൽസ്ഫോർഡിൽ വെച്ച് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എനിക്ക് ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഞങ്ങൾ ലീവ് ബുക്ക് ചെയ്തു, അക്കോമഡേഷൻ എല്ലാം എടുത്തു, ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ ഞാൻ തീർത്ഥാടന ഉടമ്പടി 2022 ഒക്ടോബർ 17 ആദ്യം എടുത്തത്. പിന്നെ ഞാൻ എവറി ഇയർ ഞാൻ വന്ന് അത് ഒക്ടോബർ തന്നെ പുതുക്കുമായിരുന്നു. ഞാൻ 3 പ്രാവശ്യം ജപമാല റാലിയിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഈ 2025 റാലിയിലും എനിക്ക് പങ്കുചേരാനുള്ള അവസരം മാതാവ് ഒരുക്കി തന്നു. അപ്പോൾ ഞാൻ എയിൽസ്ഫോർഡിൽ അവിടെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേർന്നപ്പോൾ ഞാൻ ഓർത്തു, ഞാനിപ്പോൾ പുതുക്കുന്നില്ല, എന്താണെങ്കിലും ഞാൻ ഈ ഒക്ടോബറിൽ നാട്ടിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, അവൾക്ക് വിസയ്ക്ക് തടസ്സമാണ്, ജോലി നഷ്ടപ്പെട്ടു, കേസുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മമ്മിക്കാണേലും ഒരു ലാമിനെക്ടമി സർജറി 3 months ബിഫോർ നടത്തിയതാണ്. മമ്മിയും ഉടമ്പടി എടുത്ത ആളാണ്. 75 വയസ്സുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മൂത്ത മോന് വേണ്ടിയാണ് മമ്മി ഉടമ്പടി എടുത്തത് 3 വർഷം മുമ്പ്. ഞാൻ മമ്മീനെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. കാരണം മമ്മി ഒരു മരിയൻ ഭക്തിയാണ്, ലീജിയൻ ഓഫ് മേരിയിലെ ആക്റ്റീവ് മെമ്പറാണ്, സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ മമ്മിയുടെ കാരുണ്യ പ്രവൃത്തി, അവർ രോഗികളെ സന്ദർശിക്കുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ മമ്മീനെ സഹായിക്കാൻ വരുന്ന ഒരു മോനുണ്ട്, അത് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലമാണ്. അപ്പോൾ ആ മോന് ഞങ്ങളുടെ വീട്ടിലാണ് എപ്പോഴും. ആ മോനെയും കൂട്ടിയാണ് ആ സ്ത്രീ, 28 വയസ്സുണ്ട്. അപ്പം മമ്മിയാണ് ആ മോന്
സമയാസമയങ്ങൾ എപ്പോഴും വേണം. ചേച്ചി എനിക്ക് ഫുഡ് വേണം, എനിക്ക് കാപ്പി വേണം, ചായ വേണം. ചിലപ്പോൾ വയലൻ്റ് ആകും, ചിലപ്പോൾ മമ്മീനെ ദേഷ്യപ്പെടും. എങ്കിലും മമ്മി എല്ലാം സഹിച്ച് ആ കൊച്ചിന് എല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പം മമ്മി എന്തുകൊണ്ടും ഉടമ്പടി എടുക്കാൻ യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മമ്മിയോട് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തോളാൻ. ഇപ്പം മമ്മി പുതുക്കുന്നില്ല, കാരണം ഇപ്പം മമ്മിക്ക് പറ്റത്തില്ല. അപ്പം മമ്മിക്ക് അന്ന് ഉടമ്പടി കാശുരൂപം കിട്ടിയായിരുന്നു. മമ്മി അപ്പോൾ സർജറിക്ക് പോയപ്പോൾ ഉടമ്പടി കാശുരൂപവും കൈ പിടിച്ചുകൊണ്ടാണ് മമ്മി പോയത്. സർജറി വളരെ സക്സസ് ആയിരുന്നു. പിറ്റേ ദിവസം അവരെ നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ മമ്മി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് ഭയങ്കര ഷൂട്ടിംഗ് പെയിനാണ്, ഹിപ്പിൽ നിന്ന് ലെഗിലേക്ക് റേഡിയേറ്റ് ചെയ്യുകയാണ്, ഇരിക്കാനും മേലെ കിടക്കാനും മേലെ, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എൻ്റെ അനിയത്തിയാണ് മമ്മിനെ നോക്കുന്നത്, അവൾക്കും ആകെ ഒരു ഡിപ്രഷനായിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, പെയിൻ കില്ലർ എടുത്തിട്ടും ഒരു മാറ്റവും ഇല്ല. അപ്പോഴാണ് ഞാൻ ഈ എയിൽസ്ഫോർഡ് ധ്യാനത്തിൽ ചെന്ന്, അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു ഉടമ്പടി പുതുക്കണം, ഈ നിയോഗം വെക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ ഉടമ്പടി പുതുക്കി നിയോഗം വെച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ്റെ തൈലം പൂശിയുള്ള ബ്ലെസ്സിങ് കിട്ടി. ഞാൻ വിജയകുമാർ സാറിനോട് എൻ്റെ ഉടമ്പടി പത്രിക കാണിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം 2 ദിവസം ധ്യാനമാണ്, പിറ്റേ ദിവസമാണ് ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അക്കോമഡേഷനിലേക്ക് പോന്നു. അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് ഇംഗ്ലീഷിൻ്റെ ഉടമ്പടി പത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു ലണ്ടൻ കാണാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം എനിക്ക് ഈ ഉടമ്പടി പത്രങ്ങൾ വിതരണം ചെയ്യാമല്ലോ, കൃപാസന പത്രങ്ങൾ വിതരണം ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി കൃപാസന പത്രം കയ്യിലെടുത്തു. ഞാൻ ബാഗിലൊന്നും ഇട്ടില്ല. ഞങ്ങൾ ട്രെയിനാണ് പോയത്. അപ്പോൾ ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിൽ ആൾക്കാർ ഇങ്ങനെ പാഞ്ഞ് പോകുകയാണ്. ഞാൻ ഈ കൃപാസന പത്രം കയ്യിലെടുത്ത് എല്ലാവർക്കും നീട്ടുകയാണ്. എല്ലാവരും എന്നോട് പറയുവാണ് ഐ ഡോണ്ട് ഹാവ് ടൈം ടു റീഡ് എന്ന് പറയുവാണ്. എങ്കിലും ഞാൻ വകവച്ചില്ല. എനിക്കതൊരു ആഹ്ലാദവും ആനന്ദവുമായി, ഒരു ഹരമായി. ഞാൻ അങ്ങനെ പത്രം റെഫ്യൂസ് ചെയ്താലും ഞാൻ കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പിള്ളേരും ഒക്കെ എന്നെ കളിയാക്കി, പത്രം അകത്ത് ബാഗിൽ വെക്കുക, ഇവിടെ അത്ര സേഫ് അല്ല. എനിക്കതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. പ്ലീസ് ഞാനിത് കയ്യിലെങ്കിലും പിടിച്ചോട്ടെ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ മുഴുവനും പത്രവും അന്ന് കൊടുത്തു തീർക്കാൻ പറ്റിയില്ലേലും ഞാൻ പിറ്റേ ദിവസം വേറൊരു സ്ഥലത്ത് ഞങ്ങൾ കുർബാന മുറക്കാറില്ല. ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നതെങ്കിലും രാവിലെ എവിടെയെങ്കിലും കുർബാനയ്ക്ക് പോകും. അതനുസരിച്ചാണ് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. എപ്പോഴാണ് കുർബാന അതനുസരിച്ച് നമുക്കത് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ കുർബാനയ്ക്ക് പോയപ്പം അവിടെ ആ പള്ളിയിൽ അറിയാത്ത ആൾക്കാർക്കെല്ലാം ഞാൻ ആ കൃപാസന പത്രം കൊടുത്ത് വിതരണം ചെയ്തു. അപ്പം പിറ്റേ ദിവസം ഞാൻ മമ്മീനെ വിളിച്ചപ്പോൾ മമ്മി പറയുകയാണ് ആ വേദന കംപ്ലീറ്റ് പോയി. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ മമ്മിക്ക് ആ വേദന വന്നിട്ടില്ല. അത് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് കേസും ജയിച്ചു. ഇനി അവൾക്ക് ജോലിയും കിട്ടണം. അവൾ വിസ ശരിയാകുമ്പോൾ അവൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് കാറ്ററിംഗ് ആണ്. എൻ്റെ ഹസ്ബൻഡ് 2000 പേർക്ക് ഒരു കാറ്ററിംഗ് ചെയ്തു. അപ്പോൾ അത് കഴിച്ച ഒരു 100ഓളം പേർക്ക് ഒരു ഫുഡിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായി, ലൂസ് മോഷൻ ഉണ്ടായി. അത് വളരെ വലിയ പ്രശ്നമാകുന്ന കാര്യമാണ്. എനിക്ക് കാരണം ആ ഫുഡ് പലർക്കും കൊടുത്തതാണ്. ബിഷപ്പ്, വേറെ പിതാക്കന്മാർ, വൈദികർ, സന്യസ്തരൊക്കെ കഴിച്ചതാണ്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഏതോ ഒരു കണ്ടെയ്നറിലാണ് ഫുഡ് പോയ്സൺ വന്നിരിക്കുന്നത്. അത് UK-യിലല്ലേ, വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാകും അത് എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചാൽ. അപ്പോൾ അതൊരു ട്യൂസ്ഡേ ആണ്. ഞാൻ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇതിൽ ഫുഡ് പോയ്സൺ വന്ന് അതിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോഴാണ് സൗഖ്യ ശുശ്രൂഷയിൽ ജോസഫച്ചൻ പറയുന്നത്, വിഷമുള്ളിച്ചെന്ന് അങ്ങനെ പ്രോബ്ലമായിരിക്കുന്നവരെ തിരുരക്തം കൊണ്ട് ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അത് എനിക്ക് ഉറപ്പായിരുന്നു ഈ പ്രശ്നം ഈശോ പരിഹരിക്കുന്നതാണെന്ന്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ. കാരണം ഇവർ ചുരുക്കി പറയണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇനിയും ധാരാളം ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളുണ്ട്. അതിനെല്ലാം നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്
കൃപാസന പത്രം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ 40 കെട്ടാണ് വാങ്ങിച്ചത്. കൃപാസനത്തിലെ ശുശ്രൂഷകർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയെന്ന് തോന്നുന്നു. അവരെനിക്കൊരു ചാക്കിലാണ് തന്നത്. ഇവിടെ തൊട്ട് കൊടുത്തു തുടങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ എനിക്കൊരു പേടിയും തോന്നിയില്ല. ഞാൻ അരൂർ പള്ളിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇതാണ്ട് 3 കെട്ടും കൂടി ഇരിക്കുന്നു. ഞാൻ അതും കൂടി എടുത്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ പറഞ്ഞു, അത് പള്ളിയിൽ വെക്കാനുള്ളതല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ജോസഫ് അച്ഛൻ പറഞ്ഞിരിക്കുന്ന അങ്ങനെ പത്രം പള്ളിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ളതല്ല. ഞാൻ ഇത്രയും പത്രം വാങ്ങിച്ചാലും പ്രശ്നമില്ല, ഇത് വിതരണം ചെയ്യും. കാരണം ഞാൻ ബാംഗ്ലൂർ പോകുന്നതുകൊണ്ട് കന്നഡ പത്രം, ഇംഗ്ലീഷ് പത്രം, തമിഴ് പത്രം, അതുപോലെ തന്നെ കൊങ്ങിണി പത്രം, ഈ പത്രങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ച റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ ശിവാജി നഗർ സെൻറ്റ് മേരീസ് ദേവാലയത്തിലും അതുപോലെ എന്നെ കാണുന്നവർക്കെല്ലാം എൻ്റെ കമ്പാർട്ട്മെൻറ്റിലും എല്ലാം കൊടുത്തു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഞാൻ ഒക്ടോബർ 7 ഞാൻ ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ തന്നെയാണ് വന്നത്. മക്കളും ഹസ്ബൻഡും ഒക്കെ ഈ 26 വന്നത്. കാരണം എനിക്ക് ഇച്ചിരി കൂടുതൽ ലീവ് കിട്ടിയതുകൊണ്ട്. അപ്പോൾ ഒക്ടോബർ 5 ഇവിടെ എത്തി. 7 ഞാൻ ഇവിടെ വന്ന് എനിക്ക് വിശുദ്ധ കുർബാന കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഇവിടുത്തെ. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കൂട്ടത്തിലാണ് വന്നത്. ഞങ്ങൾ ആ എൻട്രൻസിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. അപ്പം ഞാൻ ഓർത്തു, നേരത്തെ വന്നതുകൊണ്ടായിരിക്കും, കൃപാസനത്തിൽ ആരെങ്കിലും മുല്ലപ്പൂവിൻ്റെ സ്പ്രേ അടിച്ചതായിരിക്കുമെന്ന്. ഇത് ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ്. ഞങ്ങളിങ്ങ് നടന്നു വന്നു, അവിടെ കൗണ്ടറിലെല്ലാം ചെന്നു, അവിടെയും സ്മെല്ല്. കൃപാസന പത്രം വാങ്ങിക്കുന്ന അവിടെ ചെന്നു, അവിടെയും സ്മെല്ല്. കുർബാനയുടെ സമയത്ത് സ്മെല്ല്, അതുപോലെ തന്നെ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ ഡെറ്റോളിൻ്റെ സ്മെല്ല്. ഇതെല്ലാം പല നല്ല സ്മെല്ലുകൾ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ കുർബാന വളരെ എന്നാ പറയുന്നത്, ആഗ്രഹത്തോടെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കാരണം അന്നൊരു പ്രത്യേകതയുണ്ട്. ഒക്ടോബർ 7 എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണ്. ജവമാല രാജ്ഞിയുടെ തിരുനാളും കൂടിയായിരുന്നു. അപ്പു അച്ഛൻ്റെ ബർത്ത്ഡേ അന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അന്ന് പറഞ്ഞത്, അന്നത്തെ ഒരു വചനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. മംഗളവാർത്തയുടെ ദൈവവചനമാണ് അന്ന് അച്ഛൻ വായിച്ചതും. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ അനുഗ്രഹമായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 3 മണിക്കൂർ ഉണ്ടായിരുന്നു. എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല. കാരണം നവംബർ 7 ആകുമ്പോഴേ എനിക്ക് 3 മാസമാകുള്ളൂ. അവർ പറഞ്ഞു എന്നോട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. ഞാൻ കുറച്ച് നേർച്ച വസ്തുക്കളും ഒക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അങ്കമാലിലാണ്. ഞാൻ പാലായിലേക്ക് എന്നെ കൊണ്ടുപോയി വിടുവാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തങ്കിപ്പള്ളിയിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തങ്കിപ്പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് വഴിയാണ് പോയത്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾക്ക് വഴി അറിയില്ല. അപ്പോൾ ഡ്രൈവർ പലരോടും ചോദിച്ചെങ്കിലും ഞങ്ങൾ ബാക്ക് ഫോർവേഡ് നടന്നെങ്കിലും ഞങ്ങൾക്ക് വഴി കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ സ്ലോ ആയിട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടി ചരിഞ്ഞ് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ആക്സിഡൻറ്റ് സംഭവിക്കാൻ പോവുകയാണെന്ന്. ഡ്രൈവറും വെപ്രാളപ്പെടുന്നു, സ്റ്റിയറിങ് കയ്യിൽ നിന്ന് കൺട്രോൾ ഇല്ലാതെ പോണു. അപ്പോൾ എനിക്ക് പക്ഷേ ഒരു പേടിയും തോന്നിയില്ല. കാരണം കൃപാസന പത്രം 7 കെട്ട് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ പോണത്. കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. അമ്മയുടെ അടുത്ത് സാന്നിധ്യം അമ്മ എനിക്ക് അറിയിച്ചതാണ്. എനിക്കൊന്നും പേടി തോന്നിയില്ല. ഞാൻ ഒരു 3 മിനിറ്റ് ഞാനിങ്ങനെ കൂളായിട്ടിരുന്നു. എന്താണേലും പരിശുദ്ധ അമ്മ തന്നെ ആ സ്റ്റിയറിങ് കൺട്രോൾ ചെയ്ത് വണ്ടീനെ ഒരു കപ്പത്തോട്ടത്തിൻ്റെ സൈഡിലേക്ക് ചരിച്ച് ആ മണ്ണിൽ താഴ്ത്തി അങ്ങനെ നിർത്തി. അപ്പോൾ ഞാൻ ആ വണ്ടിയിലിരുന്നു. നല്ല ചൂടാണ്. എല്ലാവരും ആൾക്കാരൊക്കെ വന്നു. മെക്കാനിക്കിനെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും ഞാൻ ആ ചരിഞ്ഞ വണ്ടിയിലിരുന്ന് ഉടമ്പടി ധ്യാനം 11:30 ആയല്ലോ, ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞാൻ ഉടമ്പടി ധ്യാനം എല്ലാം കൂടി ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എന്തിനാ ഈ ചൂടത്തിൻ്റെ അകത്തിരിക്കുന്ന, പുറത്തിറങ്ങി ഓട്ടോയിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഓട്ടോയിൽ ഇരുന്ന് ഞാൻ ഉടമ്പടി ധ്യാനം കണ്ടു. അപ്പോഴാണ് ഒരു മുല്ല നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു മുല്ലപ്പൂ പറിച്ച് നോക്കി. ഞാൻ UK-ലായതുകൊണ്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമൊന്നും ഒരിക്കലും കേട്ടത്തില്ല. അപ്പോൾ ഞാൻ പറിച്ച് നോക്കിയപ്പോൾ അതേ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല്. അങ്ങനെ അമ്മ എനിക്ക് ഇതാണ് മുല്ലപ്പൂ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു അമ്മ. പിന്നെ ഞാൻ വീട്ടിൽ പുതിയൊരു ടാക്സി വിളിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി ഞങ്ങളെ സംരക്ഷിച്ചതിന്. കാരണം അത് മെയിൻ റോഡിൽ കൂടിയാണ് ഞങ്ങൾ ഡയറക്റ്റ് പോയിരുന്നെങ്കിൽ ഞങ്ങൾ ആ വണ്ടി എവിടെയെങ്കിലും ഇടിച്ച് ഞങ്ങൾക്ക് പലർക്കും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നാണ് പരിശുദ്ധ അമ്മ തിരുക്കുമാരൻ വഴി ഞങ്ങളെ രക്ഷിച്ചത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എവറി ഫസ്റ്റ് ഫ്രൈഡേ ഞങ്ങൾ UK-യിൽ 8 കിലോമീറ്റർ ജവമാല റാലി പ്രസിഡൻ്റെ മധ്യത്തിൽ കൂടെ ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് കൊണ്ട് ചെല്ലി പോകാറുണ്ട്. പോരുന്നതിൻ്റെ തലേ ദിവസവും
ദിവസവും ഭയങ്കര കാറ്റും മഴയായിരുന്നു. ഞാൻ മുടക്കിയില്ല, ഞാൻ പോയി കൂടിയിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഇവിടത്തെ ജപമാല റാലി കൂടാനും പരിശുദ്ധ അമ്മ വളരെയധികം ക്രമീകരിച്ചു തന്നു. കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത് എൻ്റെ മുമ്പിൽ അർഹതപ്പെട്ട ആര് വന്നാലും ഞാനും ഹസ്ബൻഡും നിരാശരാക്കാറില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞ ഹസ്ബൻഡും കാണുന്നവർക്കൊക്കെ സാമ്പത്തിക സഹായവും വേണ്ട സഹായം ഫുഡായിട്ടും, അതുപോലെ തന്നെ അവിടെ ഫുഡ് ബാങ്ക് ഉണ്ട്. ഹോംലെസ് പീപ്പിളിന് ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അഗതി മന്ദിരത്തിൽ ഞങ്ങൾ ആകാശപ്പറവയിൽ പോയി സന്ദർശിച്ചു. അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ആവശ്യമായ എല്ലാവർക്കും എന്നോടൊരാവശ്യം പറഞ്ഞ് ഞാൻ ആദ്യം പറയുന്ന കൃപാസന മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്നതാണ്. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നേ ദിവസം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എങ്കിലും എല്ലാം ക്രമീകരിച്ചു തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി.